ഹായ്, നമസ്കാരം. നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ആരംഭിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിനകം തന്നെ മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലൂടെയും ഒന്ന് കവർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ചില സുഹൃത്തുക്കൾ ഒത്തിട്ട് ഇങ്ങനൊരു യാത്ര, ഇങ്ങനൊരു ചാനൽ ഉണ്ടാകുന്നതും ഇങ്ങനൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നത്. അത്യാവശ്യം നമ്മൾ കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങൾ, വയനാടിൻ്റെ ഭാഗങ്ങൾ, ഇപ്പോൾ പാലക്കാട് വന്നു കഴിയുമ്പോൾ കൊല്ലംകോട് ഇപ്പോൾ ഒരു ഹൈപ്പ് കിട്ടുന്നൊരിടമാണല്ലോ. ഇവിടെ കൊല്ലംകോട്, നമ്മുടെ കോട്ട, പാലക്കാട് ഒത്തിരി ഇടങ്ങളുണ്ട്, കവ, ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ ഒരിടത്ത് എത്തുകയാണ്. അത് വളരെ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ 1968 ലിറ്ററേച്ചർ സാഹിത്യ തറവാട്ടിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് കടന്നു വന്ന ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് കാരണമായ ഒരു ഇടമുണ്ട്. അത് ഈ പെരുവെമ്പിനടുത്ത് തസ്രാക്ക് എന്ന് പറയുന്ന ഇടമാണ്. അവിടേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വിജയന്റെയൊക്കെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അങ്ങനൊരു പ്രകൃതമുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തിന്റെ കൂടാരമാണ്. ആരെങ്കിലും മഴയത്ത് നിൽക്കുകയാണെങ്കിൽ അകത്തേക്ക് ഇരുത്താം എന്ന് അയാൾ തന്നെ നിഷ്കളങ്കമായി പറഞ്ഞു, വേലായുധേട്ടൻ. അപ്പോൾ അയാളുടെ കൂടെ കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ നേരെ കൂമങ്കാവിലേക്ക് ചെല്ലും. ബാക്കി നമുക്ക് തുടർന്ന് ദസറാക്കിനെ പരിചയപ്പെടാം. ലോകത്ത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില സവിശേഷതകളുണ്ട്. അതൊന്ന് എഴുതപ്പെടുന്ന രചനയും യാഥാർത്ഥ്യവും തമ്മിൽ വളരെ ദൂരം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഷേക്സ്പിയറൻ കൃതികൾ, അതുപോലെ ആൻഡ്രേ സോൾട്ടിയോടൊക്കെ എഴുതിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ കൃതികൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതുപോലെ കേരളത്തിന്റെ ലിറ്ററേച്ചർ ചരിത്രത്തിൽ ഇപ്പോൾ നമുക്കൊരു ബഷീറിനെയും ഒരു മാധവിക്കുട്ടിയുടെ പുന്നയൂർക്കുളത്തെയും ബഷീറിന്റെ തലയോലപ്പറമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത്രയധികം തീക്ഷ്ണമായും തീവ്രമായും വൈകാരികമായിട്ടും മനുഷ്യരെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വിജയന്റെ സൃഷ്ടി എന്നത് വളരെ അത്ഭുതമാണ്. ഇന്നെന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ നിരനിരയായി അധ്യാപകർ കൊണ്ടുവരുന്നു. അച്ഛന്മാർ കുട്ടികളെ ഒരു വായനശീലയുടെ ഒരു കുട്ടിയാക്കി മാറ്റാൻ വേണ്ടി ആ കുട്ടികളെ കൊണ്ടുവരുന്നു. അത്യാവശ്യം എഴുതി തുടങ്ങുന്നവർ, എഴുതി പ്രബലരായവർ എല്ലാവരും നിരന്തരമായി വന്നുപോയി, നിരന്തരമായി സ്വന്തം ആത്മാവിലേക്ക് നോക്കി താനിനി എന്ത് തുടർന്ന് ചെയ്യണമെന്ന് ആലോചിച്ചുറപ്പിക്കാനുള്ള ഒരു ഇടമായി ദസറാക്കിന്റെ ഈ ഭൂമിയിലെ ഈ കളപ്പുര മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികളെയും കൂട്ടി ഒരു കുഞ്ഞു യാത്ര പാലക്കാട് വന്ന്, വളരെ അടുത്താണ് ടൗണിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇതൊന്ന് കണ്ട് ഒരു നോവലിന്റെ സൃഷ്ടിക്ക് കാരണമായ ഒരു കഥാപാത്രം തന്നെയായ ഒരു കളപ്പുര ഇത്രമാത്രം പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് എന്ന് ആരാഞ്ഞ് ആ പുസ്തകം ഒന്ന് കുട്ടികളോടൊത്ത് വായിച്ച്, അങ്ങനെ നമുക്ക് എഴുത്തുകാരന്റെ ഭൂമികയിലൂടെ നമുക്കും ഒന്ന് അലഞ്ഞ് തീരാം. ഖസാക്കിന്റെ ഇതിഹാസത്തെക്കുറിച്ച് നിറയെ പറയണമെന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ കേൾക്കാൻ നമ്മുടെ 10 മിനിറ്റ് വരുന്ന വീഡിയോയ്ക്കകത്ത് പ്രായോഗികമല്ല. 1-2 കാര്യങ്ങൾ പറയാം, നിങ്ങളെ ഈ വായനയിലേക്ക് അടുപ്പിക്കാനും മറിച്ച് ഖസാക്കിലേക്ക് ഒരു യാത്ര പോകാനും പ്രേരണ നൽകുന്ന 1-2 കാര്യങ്ങൾ പറയാം. പണ്ട് വളരെ പണ്ട് ഖസാക്കിലേക്ക് ഒരു പടയോട്ടം നടന്നു. മിയാൻ ഷെയ്ഖ് തങ്ങളും പരിവാരങ്ങളും ചേർന്ന് കുതിരപ്പുറത്ത് 1001 കുതിരപ്പുറത്ത് ഒരു പടയോട്ടം വരികയാണ്. അതിലെ ഒരു കുതിര മാത്രം ചാവാലി കുതിര. മിയാൻ ഷെയ്ഖ് തങ്ങൾ ഇരുന്നത് ഈ ചാവാലി കുതിരയുടെ മേലായിരുന്നു. ഇത് നമ്മുടെ ഈ നോവൽ ആരംഭിക്കുമ്പോഴുള്ളൊരു അള്ളാപ്പിച്ച മുല്ലാക്ക ഊത്തുപള്ളിയിൽ ഇരുന്ന് കുട്ടികളോട് ഈ കഥ പറയാം. എത്രയോ കാലമായി ഊത്തുപള്ളിയിൽ ഇരുന്നിട്ട് അള്ളാപ്പിച്ച മുല്ലാക്ക ഈ കഥ പറയുന്നുണ്ട്. അപ്പോഴൊക്കെയും ഒരു കുട്ടി ചോദിക്കും, അത് തെക്ക് മുല്ലാക്ക, ചാവാലി കുതിരയുടെ പുറത്ത് മിയാൻ ഷെയ്ഖ് തങ്ങൾ ഇരുന്നത് അത് എതുക്ക് മുല്ലാക്ക. ആരുമില്ലാത്തവർക്ക് പടച്ചവൻ തുണ എന്ന് പറയുന്നൊരു നിമിഷമുണ്ട്. ഏറ്റവും രസകരമായൊരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അയാൾ 18 വർഷമായിട്ട് ഒരു ഗവൺമെൻറ് കോളേജിൽ ലൈബ്രറിയനാണ്. അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ഖസാക്കിൻ്റെ ഇതിഹാസം നോവൽ ഇരിപ്പുണ്ട്. അയാൾ 18 വർഷം മുമ്പ് കയറിയിട്ട് ഇന്നേ വരെ ആ 2 പുസ്തകവും റാക്കിൽ ഇരുന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്താണ് അതിൻ്റെ സൗന്ദര്യം?
രവിയുടെ വിദ്യാലയത്തിൽ അടിച്ചു തുടയ്ക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഒക്കെ വരുന്നൊരു സ്ത്രീയെ കുറിച്ചിട്ട് ഈ നോവൽ പരാമർശിക്കുന്നുണ്ട്. അവർക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. എന്ത് കിട്ടിയാലും ഈ മൂത്ത ആൺകുട്ടിക്കാണ് കൊടുക്കുക അവർ. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ഈ കൊച്ചു കുഞ്ഞ് പറയും, തെക്കന് കൊടുക്കുമ്മ, തെക്കൻ വലുതാവട്ടെ. അവരുടെ മൊത്തം സ്വപ്നങ്ങളും ആ ചെക്കനിലാണ്, ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടുക. പണ്ടെങ്ങാണ്ട് ഏതോ കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ചേക്കേറിയ, ഏതോ പുരാതന കാലത്ത് ചേക്കേറിയ റാവുത്തർ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് അവിടെ ഏറെയും. അതോടൊപ്പം തന്നെ ഗോത്രീയത പുലർത്തുന്ന തനത് നാട്ടിലെ മനുഷ്യരും അവിടെ ഉള്ളത്. അവിടെയാണ് അത് നടക്കുന്നത്. അപ്പം അങ്ങനെ ഈ പറയുന്ന ആ സ്കൂളിലെ പണിക്ക് വരുന്ന സ്ത്രീയുടെ അച്ഛൻ ഉപ്പ കൊങ്ങുനാടുകളിൽ, അതായത് പൊള്ളാച്ചി ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷാടനം നടത്തുക. അയാൾ ഭിക്ഷാടനം നടത്താൻ ഉപയോഗിക്കുന്നത് മിയാൻ ഷെയ്ഖ് തങ്ങളുടെ ഈരടികൾ പാടിക്കൊണ്ട് ഭിക്ഷാടനം നടത്തുക. ഈ പൈസയാകുമ്പോൾ മകൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് കൊടുക്കും. ഇതിലെ ഒരു വലിയ നിമിഷമുണ്ട് ഈ കഥയിൽ, നമ്മുടെ ഹൃദയത്തെ അങ്ങേയറ്റം ദ്രവീകരിക്കുന്ന ഒരു നിമിഷം. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാൾ വസൂരി പിടിപെട്ടിട്ട് എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് വസൂരി പിടിപെട്ട് മിയാൻ ഷെയ്ഖ് തങ്ങളുടെ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് ജീവനോട് മല്ലിട്ട് രവി കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്നറിയോ? മിയാൻ ഷെയ്ഖ് തങ്ങളുടെ ഈരടി പാടിയിട്ട് ആ തങ്ങളുടെ ബക്കീരി തസറാക്കിലേക്ക് വരുന്നതാണ്. ഏറ്റവും ഭയാനകമായ കാര്യം, അവരുടെ പേരക്കുട്ടികളിൽ മൂത്ത പയ്യൻ മരണപ്പെട്ടു വസൂരി ബാധിച്ചിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് തസ്രാക്കുകാർ മുഴുവൻ ഇയാൾക്ക് പുറകെ ഓടുന്ന, ഇയാൾ ആ മയ്യത്തിനെ വാരിയെടുത്ത് ചതലിമലയിലേക്ക് ഓടിക്കയറുകയും തസറാക്കുകാർ അലറി നിലവിളിച്ച് പറയുകയും ചെയ്യുന്നതാണ്, തങ്ങൾ ബക്കീരിയേ മയ്യത്തിനെ കൊടുങ്കോ. തീവ്രവേദന താങ്ങാനാവാതെ അയാൾ ഓടി അലയുന്നു. പിന്നീട് ഒരിക്കലും തങ്ങൾ ബക്കീരിയെ കസാക്കുകാർ കണ്ടിട്ടേയില്ല. പിന്നീട് എപ്പോഴോ മാട് മേയ്ക്കാൻ പോയ ആരോ ചിതൽ തിന്ന ഒരു അസ്ഥികൂടം, ഒരു കുഞ്ഞിൻ്റെ അസ്ഥികൂടം കണ്ടതായി പറയുന്നുണ്ട്. അത്രയും തീവ്രമായ ജീവിത സന്ദർഭങ്ങളാണ് വിജയൻ നമുക്ക് മുന്നിൽ വിരിച്ചിട്ട് നിന്നിരിക്കുന്നത്. അതിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ വരിക. ഇതിൽ ആബിദ എന്നൊരു കഥാപാത്രമുണ്ട്. ആബിദ തൊട്ടുപക്കത്ത് ചെമ്പകപ്പൂക്കൾ പറിച്ചു നിൽക്കുക. പൂക്കൾ പറിക്കുമ്പോൾ അവിടെ അപ്പുക്കിളി വരും. എന്നിട്ട് പറയും, ചേച്ചിയെ ഞാൻ നിന്നെ കെട്ടട്ടടി എന്നൊരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ കഥ, ഇവളുടെ അച്ഛൻ ചക്കുറി രാവുത്തര, അദ്ദേഹം 2ാമത് മൈമൂനിയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് വായിക്കാത്തവർക്ക് പലതും മനസ്സിലാവുകയില്ല. വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അവരോട് പറയേണ്ടതുമില്ല. എന്നിരുന്നാൽ പോലും ഞാനിത് പറയാം. എനിക്ക് പ്രിയപ്പെട്ട ഒരു രംഗം നിങ്ങളോട് ഒന്ന് പറയണമെന്ന് ആഗ്രഹം കൊണ്ട് പറയുന്ന. അങ്ങനെ ഈ ചക്കുറി രാവുത്തർ വിവാഹം കഴിഞ്ഞിട്ട് മൈമൂനിയെ 2ാമത് കെട്ടുക. എല്ലാ ദിവസവും മൈമൂനിയെ കാണാൻ പലരും വരുന്നുണ്ട്. ഖാലിയാർ എന്ന് പറയുന്ന നിസാമലി വരുന്നുണ്ട്. രവി പലപ്പോഴും മൈമൂനിയെ കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻ താങ്ങാൻ വയ്യാതെ ചക്കുറി രാവുത്തരുടെ മകള് അത്ത വന്നു കഴിയുമ്പോൾ അത്തയോട് പറയും. അപ്പോൾ മൈമൂന ചക്കുറി രാവുത്തരുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ചക്കുറി രാവുത്തർ ഈ മറ്റേ തെങ്ങിൻ്റെ തണ്ടുകൊണ്ട് ഇവളെ ആബിദയെ ഓടിക്കും. അങ്ങനെ അടികൊണ്ട് ഒരു നാൾ അവൾ ഓടിപ്പോകുന്നു. ദൂരെ എവിടെയോ ഒരിടത്ത് ഇവളുടെ അമ്മയുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പൂപ്പനും ഉമ്മയും അവിടേക്ക് പോവുക. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പച്ചകളും മറ്റേ കുറ്റിച്ചെടികളും വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പൊടിഞ്ഞു വീഴാറായ ഒരു വീടിനകത്ത് 2 പേരിരിപ്പുണ്ട്. അവർ കുഷ്ഠം ബാധിച്ചിട്ട് അവർ കൈകളും മുഖവും എല്ലാം വ്രണത്താൽ പഴുത്ത് നാറുന്ന 2 മനുഷ്യർ. ഒരു ഗത്യന്തരമില്ലാതെ ഇവൾ ഓടുകയാണ്. ഓടി ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആ 2 പേര് കൈകളും വിടർത്തി മക്കളെ എന്ന് അലറി വിളിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മനുഷ്യൻ, സ്നേഹം, ബന്ധങ്ങൾ, ആഴം, ഒരു കല സമൂഹത്തിൻ്റെ മുന്നിൽ എന്തായിരിക്കണം എന്നൊക്കെ പറയുന്നതിനെല്ലാം ഉത്തരമായിട്ട് ആ സന്ദർഭം വിങ്ങുന്ന ഹൃദയത്തോടെ നമ്മൾ വായിച്ചനുഭവിച്ചിട്ടുള്ളതാണ്.
ഞങ്ങൾ ഖസാക്കിൽ വിജയൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്നിടത്തെത്തി. ഓരോ കാഴ്ചയാണ് കാമൻ ക്വയറ്റായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു അനുഭവമാണ്. ഇവിടെ ഒരു 3 സെഗ്മെൻറ്റുകളായിട്ട് വിജയൻ്റെ നോവലുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണ് ധർമ്മപുരാണം. എല്ലാവരും നിറയെ പേര് പറയാറുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തേക്കാൾ മികച്ചു നിൽക്കുന്ന രാഷ്ട്രീയ ആക്ഷേപത്തിൻ്റെ ഊരമ്പുകളുള്ളൊരു പുസ്തകമാണ് ധർമ്മപുരാണം. പലരും ഓർക്കുന്നുണ്ടാവും. പ്രജാപതിക്ക് തൂറാമുട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കകത്ത് ഫാസിസ്റ്റ് തോട്ടുകളെയൊക്കെ വിജയൻ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത്തരം സ്വേച്ഛാധിപത്യ പ്രവണതകളെയും അല്ലെങ്കിൽ അധികാരം എങ്ങനെയാണ് അധികാരികളെ ദുഷിപ്പിക്കുന്നതിനെയൊക്കെ സംബന്ധിക്കുന്ന വളരെ ദാർശനികമായ ദീർഘവീക്ഷണത്തോടെയുള്ള രചനയാണ് ധർമ്മപുരാണം. അതിൻ്റെ ഒരു എന്താ പറയുക, ഇതിന് നമ്മളെന്താ പറയുക, ഇൻസ്റ്റലേഷനാണ്. നന്നായിട്ടൊക്കെ വളരെ മനോഹരമായൊരു പ്രദേശത്ത് നിറയെ പൂക്കളും ഒരു പാടവും ഒക്കെ ഉള്ളൊരിടത്ത് മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു ധർമ്മപുരാണം. മധുരം കായതി. വിജയൻ്റെ എഴുത്ത് ജീവിതത്തിനകത്ത് വിജയൻ്റെ മാറി മറിയുന്ന മനോവ്യാപാരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പുസ്തകങ്ങൾ പോലെ തന്നെയാണ് മധുരം കായതി. ഇതിനകത്ത് സുഖഭോഗങ്ങളിൽ വ്യവഹരിച്ച മനുഷ്യൻ അവൻ്റെ സ്വത്വമോ അല്ലെങ്കിൽ സാത്വികതയോ നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു ഉൾക്കാഴ്ചയാണ് ഈ പുസ്തകം സമ്മാനിക്കുന്നത്. ഒരു ആൽമരവും ഒരു വനകന്യകയായ സുകന്യൊത്തുള്ള ഒരു ബന്ധമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് വളരെ ആത്യന്തികമായിട്ട് ഈ പുസ്തകം സംസാരിക്കുന്നത് മനുഷ്യൻ്റെ സാത്വികമായിട്ടുള്ള ഭാവധാരകളെ നമ്മൾ നഷ്ടപ്പെടുത്തിയോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിലേക്ക് വിജയൻ വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ വായിക്കുക മധുരം കായതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മനുഷ്യൻ ആധുനികമായ മാറ്റങ്ങളൊക്കെ സ്വാംശീകരിക്കുന്ന ഘട്ടത്തിൽ എല്ലായിടത്തും അസ്തിത്വ പ്രശ്നങ്ങൾ ഒരു സങ്കീർണ പ്രക്രിയയായിട്ട് ആവിഷ്കരിക്കപ്പെട്ടു കലകളിലും ചിത്രകലകളിലും ഉടനീളം. ആ ഘട്ടത്തിലാണ് ശരിക്കും ഖസാക്ക് പിറക്കുന്നത്. മനുഷ്യൻ്റെ അസ്തിത്വ പ്രശ്നങ്ങളിൽ വേവലാതി പൂണ്ട് വേദന ആ രീതിയിൽ അലഞ്ഞ രവിയെ നമുക്ക് പരിചിതനാണ്. രവിയുടെ മനോനിലയുള്ള നമ്മളൊക്കെയും അക്കാലത്ത് നമ്മുടെ ആത്മദുഃഖം പോലെ രവിയെ സ്വീകരിക്കുകയും ചെയ്താണ്. തുടർന്ന് വിജയനിൽ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. വിജയൻ ധർമ്മപുരാണം പോലെ അതിതീക്ഷ്ണമായ രൂക്ഷമായ ഓജസുറ്റ തീക്ഷ്ണ വിമർശനങ്ങൾ, കാർട്ടൂണിക്ക് പെർസ്പെക്റ്റീവിലുള്ള തീക്ഷ്ണ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കഥ നോവലായിട്ട് ധർമ്മപുരാണം മാറുന്നു. അത് കഴിഞ്ഞ് വിജയൻ്റെ ഒരു തുടർച്ചയ്ക്കകത്ത് വിജയൻ ശാന്തനാവുന്ന കാലത്ത്, അതായത് നമുക്കറിയാവുന്ന പോലെ കരുണാകര ഗുരുവായിട്ടുള്ള വിജയൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശാന്തനായ കാലത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഗുരുസാഗർ. ഇതും വിജയൻ്റെ ആ ശാന്തത, ഇത്രയും തീ പോലെ ജീവിച്ച അസ്തിത്വ വേദകളാൽ ഭാരപ്പെട്ട തീ പോലെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്ത അതേ വിജയൻ തന്നെ ഒരു ശാന്തിയിലേക്ക്, ഇന്ത്യൻ കോൺസെപ്റ്റിലുള്ളൊരു ശാന്തിയിലേക്ക് ഫിലോസഫിക്കലി പ്രവേശിക്കുന്നത് നമുക്ക് ഗുരുസാഗരത്തിൽ അനുഭവിക്കാൻ പറ്റും. ആ പുസ്തകമാണ് ഗുരുസാഗർ. മൈമൂനയുടെ വാക്ക് കേട്ട് മകളെ അടിച്ചോടിച്ചതിന് ശേഷം ചക്കുരാവത്തിന് അതിൻ്റെ ഭാരം താങ്ങാനാവാതെ അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് കിണറുകളിൽ പെട്ടുപോകുന്ന ബക്കറ്റുകൾ, പാത്രങ്ങൾ, കുടങ്ങൾ എടുത്തു കൊടുക്കുന്ന തൊഴിലാളികൾ. അയാളങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഏതോ കിഴക്കൻ മേഖലയിലേക്ക് ചെന്ന് പാലക്കാടിൻ്റെ അവിടെ ഒരു കിണറ്റിലേക്ക് ഇറങ്ങിയാൽ
ഈ ബക്കറ്റ് എടുക്കാൻ വേണ്ടി. എന്നിട്ട് വിജയം വിവരിക്കുന്നുണ്ട്, ജലത്തിൻ്റെ വില്ലീസ് പടുതകളിലൂടെ ആഴങ്ങളിലേക്ക് തുഴഞ്ഞ് നീന്തിപ്പോയി ചക്കുരാവുത്തർ. ഏറ്റവും രസകരമായ കാര്യം, എൻ്റെ വീട്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട് മേലാർകോട് എന്ന് പറയുന്ന നന്മാറയ്ക്ക് അടുത്തുള്ളൊരിടമാണ്. അവിടെ അക്കാലത്തും എൻ്റെ ബാല്യകാലത്തും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു രാവുത്തർ ഇങ്ങനെ എടുക്കാൻ വന്നെന്നും ഈ കിണറ്റിലാണ് അയാൾ പെട്ട് മരിച്ചെന്നുള്ളൊരു കഥ. ശരിയായിക്കൊള്ളണമെന്നില്ല, അത് ചക്കുർ രാവുത്തറാണെന്ന്. അത് ശരിയല്ലാതിരിക്കാനും കാര്യമില്ല. അതത്രയും അത്ഭുതങ്ങളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം.